വെള്ളമില്ലാതെ ജീവനങ്ങ് പോകുമെന്ന ആശങ്കയിൽ കാഞ്ഞിരപ്പുഴ പാങ്ങോട് വിജയനഗറിലെ കുടുംബങ്ങൾ 2018 പ്രളയബാധിതമായ പാമ്പൻതോട് ആദിവാസി ഗ്രാമത്തിലെ 52 കുടുംബങ്ങൾക്ക് 3 വർഷം മുമ്പ് റീബിൽഡ് കേരളയിൽ വീടും സ്ഥലവും നൽകിയെങ്കിലും ഇവിടെ കുടിവെള്ളം കിട്ടാക്കനിയാണ്. കലക്കവെള്ളം കുടിച്ചാണ് ജീവിക്കുന്നതെന്ന് വീട്ടമ്മമാർ പറയുന്നു. വെള്ളമൊന്നുമില്ല, ലാസ്റ്റ് ഞങ്ങളുടെ ജീവനൊക്കെ പോകും വെള്ളമില്ലാതെ. ഭയങ്കര കഷ്ടപ്പാടാണ് ഈ കോളനിയിൽ. മലയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇവിടെ വന്നിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. വെള്ളത്തിൻ്റെ കുറവും ഇതൊക്കെ. അപ്പോൾ കറണ്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. കാഞ്ഞിരപ്പുഴ പാങ്ങോട് വിജയനഗറിൽ കുടിവെള്ളമില്ലാത്തതിൻ്റെ നേർ വിവരണമാണ് ഈ കേട്ടത്. ഒരു കാലത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത പാമ്പൻതോടിൽ നിന്ന് പുനരധിവസിപ്പിച്ചവരാണ് വിജയനഗറിലുള്ളത്. ഇവിടേക്ക് താമസം മാറ്റി 3 വർഷം കഴിഞ്ഞിട്ടും കുടിക്കാൻ വെള്ളമില്ല. വീടുകളുടെ ഉദ്ഘാടനത്തിനൊപ്പം പൈപ്പ് ലൈനും വീടുകളിലേക്ക് പൈപ്പ് കണക്ഷനും സ്ഥാപിച്ചെങ്കിലും വെള്ളം എത്തിയിട്ടില്ല. ചില വീടുകളിൽ കിണറുകളുണ്ടെങ്കിലും വെള്ളം കുറവാണ്. ചെളിവെള്ളമാണ് ലഭിക്കുന്നത്. ഏറെ ദൂരം ചുമന്നാണ് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നത്. അലക്കാനും കുളിക്കാനും പുഴയിൽ പോകും. മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളം എവിടെ നിന്നെങ്കിലും കൊണ്ടുവരണം. ഇഷ്ടം പോലെ ഉണ്ട്, വെറുകും വെള്ളം എല്ലാം ഉണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒക്കെ പോയി. ആദ്യത്തെ നാട്ടിലത്തെ വെള്ളത്തിൻ്റെ സുഖം ഇവിടെ ഇല്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഭേദിക്കുകയാണ് ഇപ്പോൾ. ഭയങ്കര ഒരു കഷ്ടപ്പാടിലാണ് ഞങ്ങൾ, ദുരിതത്തിൽ ജീവിക്കുക. അപ്പുറത്ത് ഉള്ള വീട്ടുകളിൽ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. പക്ഷെ അതിനൊന്നും വയ്യ. ഇനിയിപ്പോൾ ഈ പുഴയ്ക്ക് പോകേണ്ടി വരും തോന്നുന്നു ചുമക്കാൻ വെള്ളത്തിന്. വേനലിൻ്റെ തുടക്കത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ വരും ദിവസങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. പാമ്പൻതോട്ടിലായിരുന്നപ്പോൾ വീടിൻ്റെ സമീപത്തായിരുന്നു പുഴ. ഒരു കാലത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ആ സുഖമൊക്കെ പോയി. കിണറുള്ള ചില വീട്ടുകാർക്ക് ചെളിവെള്ളമെങ്കിലും ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്താണ് ചെയ്യുക? കിണർ വൃത്തിയാക്കാൻ പറഞ്ഞപ്പോൾ വലിയ കാശ് വരുമെന്നാണ് തങ്ങളെ സഹായിക്കേണ്ടവർ പറയുന്നതെന്ന് ഇവർ പറയുന്നു. കിണറുണ്ട്, അത് ഇന്നാളും മിനിഞ്ഞാന്നൊക്കെ തേകിയിട്ട് എന്നാലും കലക്ക വെള്ളം തെളിഞ്ഞിട്ടില്ല. അപ്പം ഏറെ ബുദ്ധിമുട്ട്, താഴ്ത്തിക്കാണ് ബുദ്ധിമുട്ട് കുടിവെള്ളത്തിന്. പിന്നെ ആദ്യം തന്നെ കുടിവെള്ളം ആക്കിയിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു. അന്ന് ഇത്ര കഷ്ടമല്ല. ഈ മലയിലത്തെ ചോലയിൽ ഓസിട്ടുണ്ടായിരുന്നു, അതൊക്കെ വറ്റി വന്നു. ഇപ്പോൾ അവിടെ ഇല്ല, ഒക്കെ ഊരി എടുത്തു ഓസുകളൊക്കെ മലയിലത്തെ. അതുകൊണ്ട് നമ്മുടെ പാമ്പൻതോട് കോളനി പോലെ അതിൻ്റെ പവർ കിട്ടില്ല. മലയിൽ തന്നെ അതിന് അവിടെ നോക്കിയാലും വെള്ളം. ഇത് വീട്, ഇത് പുഴ, അങ്ങനെയാണ്. എന്നാലും കുടിവെള്ളം ബുദ്ധിമുട്ടില്ല അവിടെ. എന്തിനെ അങ്ങനെയാണ്. ഇവിടെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട്. ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് പിന്നെ കലക്കവെള്ളമായ കലക്കവെള്ളം മുക്കി കുടിക്കുക. താഴെയുള്ള ആൾക്കാർക്ക്, അത് സൂക്കോടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ തിരുമ്പാനും അലക്കാനും ഈ സൂക്കോടുള്ള ആൾക്കാരിനെ പുഴയിൽ പോയിട്ട് അലക്കി വരുമ്പോഴേക്ക് പിന്നെ നോക്കണ്ടേ. അങ്ങനെയൊക്കെയാണ് താഴത്തുള്ള ആൾക്കാരുടെ കഷ്ടപ്പാട്. ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കിണലത്തെ വെള്ളം കുഴി കലക്കവെള്ളം ആയാലും കലക്കവെള്ളം കുടിക്കുക. അതിന് നേരാക്കി തരാൻ പറഞ്ഞിട്ട് അന്ന് തേകിയപ്പോൾ നമ്മുടെ പ്രകാശനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇത് ചുറ്റും നേരാക്കി തന്നിട്ടുണ്ടെങ്കിൽ അമ്മ അത് സഹായിക്കില്ല, 12 ലക്ഷം ഉറുപ്പ്യ ആകുമെന്ന്. അതിന് അവരെല്ലാം മുടക്കണത്, നമുക്ക് എഴുതി കൊടുക്കേണ്ടത് അവരിൻ്റെ കടമയല്ലേ. ഈ പാവങ്ങൾക്ക് നന്നാക്കുന്നത് അവരല്ലേ, നേതാക്കന്മാർ. അവരെന്നെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ പാവങ്ങൾ എന്താ ചെയ്യുക? ഈ കിണർ ചുറ്റും ഈ മെറ്റിൽ സിമെൻ്റ് ഇട്ടിട്ട് വെള്ളം ഇറങ്ങാത്ത പോലെ ആക്കി തരാൻ പറഞ്ഞപ്പോൾ 12 ലക്ഷം ഉറുപ്പ്യ ആകുമെന്ന്. ഉരുൾപൊട്ടൽ ഭീതിയുള്ള പാമ്പൻതോട് നിന്ന് 52 കുടുംബങ്ങളെയാണ് വിജയനഗറിലേക്ക് മാറ്റി പാർപ്പിച്ചത്. കുടിവെള്ളം ലഭിക്കാതെ എന്തു ചെയ്യുമെന്നാണ് ഇവരുടെയൊക്കെ ചോദ്യം. ഞങ്ങൾ ഈ ചേച്ചിയുടെ വീട്ടിൽ പോയി കോരുന്നു. ഇവിടുന്ന് ഒത്തിരി പോകണം, കടയില്ലേ അതിൻ്റെ ഇപ്പുറത്തായി കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവരും. കാരണം എല്ലാവരും വെള്ളത്തിൻ്റെ റിസ്ക്കാണ്. ഇല്ല, പുഴയിലൊക്കെ പോയി കുളിക്കാനും അലക്കാനൊക്കെ തിരുമ്പാനൊക്കെ പോകും. കുടിവെള്ളം മാത്രമേ ഇല്ലാത്തത്. അതാ മേഡം ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. എന്തായാലും ഇപ്പം എന്താ ചെയ്യുന്നു? സാർമാർ തന്ന വീടല്ലേ, ഒന്നുപോലെ ഞങ്ങളും നോക്കുന്നുണ്ടേ. ഇനി വേറെ ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പൈപ്പൊക്കെ ഇട്ടുണ്ട്. പൈപ്പടയ്ക്ക് വരും വെള്ളം, വരുന്നില്ല. അപ്പോൾ അതിൽ ഇതിലേ പോയി കൊണ്ടുവരാം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.